ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് മക്കളുടെ ലഞ്ച് ബോക്സിലും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് പിസ്സയും പിന്നെ നൂഡിൽസും ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇപ്പം ഞാൻ എന്താ ഒരു പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കറക്റ്റായിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ആ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് എപ്പിയുടെ 10 രൂപയുടെ നൂഡിൽസ് പാക്കാണ്. എപ്പി നൂഡിൽസിൻ്റെ ചെറിയ പാക്കായതുകൊണ്ട് തന്നെ ആ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള നൂഡിൽസിൻ്റെ അത് എടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നൂഡിൽസ് പൊട്ടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മസാലപ്പൊടി അങ്ങ് മാറ്റി വെക്കാം. അതിനുശേഷം നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടെടുക്കുക. അതിലേക്കൊരു സ്പൈസസോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. പിന്നെ വെറുതെ അങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ച് വറ്റി ഈ വെള്ളം ഒന്ന് വലിയുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വേറൊരു പാനോ അല്ലെങ്കിൽ കടായിപ്പോട്ടോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒരു ബട്ടറിൻ്റെ പീസോ ഇട്ട് കൊടുക്കുക. ഇപ്പം എന്താ ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഇനി നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ ഒരു അര വല്യുള്ളിയും പിന്നെ ചെറിയ വെളുത്തുള്ളിയില്ലേ, അത് ചെറിയ പീസാക്കിയിട്ട് കുനുകുന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് മൂപ്പി വെച്ചതിന് ശേഷം വലിയ ഉള്ളി ഞാൻ അര വല്യുള്ളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ വല്യുള്ളി നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം വല്യുള്ളി നന്നായിട്ട് വാടി വരുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഒരു ചെറിയൊരു പീസ് ക്യാബേജ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് എടുക്കാം, ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്യാരറ്റ്, ക്യാബേജ് അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയ പോർഷനും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു സ്ക്വയർ ഷേപ്പിൽ. ഇനി അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അത് ഏകദേശം വല്യുള്ളിയും ക്യാബേജും പിന്നെ നമ്മുടെ ക്യാപ്സിക്കും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പം നമ്മുടെ നൂഡിൽസ് ഇതുപോലെ വെന്ത് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഈ നൂഡിൽസിൻ്റെ ഇതിലുണ്ടാകുന്ന ആ ഒരു മസാലപ്പൊടിയില്ലേ, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ള പ്രചോദനം. ഇപ്പോൾ ഇതെല്ലാം വാടി വന്നതിന് ശേഷം നമുക്ക് 2 കോഴിമുട്ട എടുത്തത് ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു 2 സെക്കൻഡ്. അപ്പോൾ ഏകദേശം മുട്ടയൊക്കെ നന്നായി ബുൾസൈ രൂപത്തിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് കുത്തി ഉടക്കൊന്നും ചെയ്യണ്ട, ഏകദേശം ജസ്റ്റ് ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടത് മുട്ടയൊക്കെ ഒന്നും ഈ മസാലയിൽ മിക്സ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ശകലം കുരുമുളക് പൊടി ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടിയിൽ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കരുത്, ആവശ്യാനുസരണം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് ഏകദേശം 3/4 വേവായി റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ വാട്ടി വെച്ചിട്ടുള്ള മസാലക്കൂട്ടില്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ സോയാ സോസിൻ്റെ ഒരു ടീസ്പൂണോളം സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസ് കെച്ചപ്പില്ലേ, അതും അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കച്ചപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച്
ഒരു 10 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെഡി ആവും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റും കൂടി ഒന്ന് വേവിച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈസി അല്ലേ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ്. പച്ചക്കറികളും മുട്ടയും എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ സാധാ ഉണ്ടാക്കുന്നതിലും വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഡിന്നർ ഓപ്ഷനായിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു നൂഡിൽസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പി കണ്ടിട്ട് വരാം. അടുത്ത റെസിപ്പി നമ്മുടെ ബ്രെഡ് പിസ്സയാണ് കേട്ടോ. ഹോം മെയ്ഡായിട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രെഡ് പിസ്സ. അതും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്, എന്നാലും മക്കളെ കയ്യിലെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ സാധാ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതായത് ഇതുപോലെ 2 പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാതെയും ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുന്ന പീസാക്കി പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഞാൻ ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് അല്പം ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ചൂടാക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വെച്ച് കൊടുത്തു കേട്ടോ. ഇനി ഞാൻ പിസ്സ സോസ്, പാസ്ത പിസ്സ സോസൊക്കെ വാങ്ങാൻ കിട്ടും. അതിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 30 രൂപ 40 രൂപ കണ്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ സാധാ ടൊമാറ്റോ സോസില്ലേ, റേറ്റ് കുറഞ്ഞ കെച്ചപ്പ്, ആദ്യം തന്നെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടൊമാറ്റോ സോസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ പിസ്സ സോസിൻ്റെ മുകളിൽ നമ്മുടെ കെച്ചപ്പ് ഒന്നും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കെച്ചപ്പ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരല്പം ചില്ലി ഫ്ലക്സും കൂടി ഒന്ന് തൂക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. ഞാൻ ഇത്രയും വെജീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തക്കാളി, ക്യാപ്സിക്കം ഒക്കെ. അപ്പം ഞാൻ ആദ്യം തന്നെ ക്യാപ്സിക്കം ഒന്ന് നിരത്തി കൊടുക്കുകയാണ്. ജസ്റ്റ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട്, അതുപോലെ തന്നെ വലിയ ഉള്ളി ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ തക്കാളി ഇതുപോലെ കനമില്ലാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ഇവിടെയായൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരല്പം വെളുത്തുള്ളിയുടെ അല്ലി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിസ്സ ചീസ് വാങ്ങാൻ കിട്ടും. മൊസറല്ല ചീസാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഏത് ചീസാണെങ്കിലും കുഴപ്പമില്ല. ഇനി സ്ലൈസസാണ് നിങ്ങളെ കയ്യിൽ അവൈലബിൾ എന്നുണ്ടെങ്കിൽ ആ ചെറിയ സ്ലൈസ് 2 പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പിസ്സ ചീസ് ഉണ്ടായതുകൊണ്ട് തന്നെ, മൊസറല്ല ചീസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിലേക്ക് മുകളിൽ അത്യാവശ്യം ഒരു കൈപ്പിടിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അത് വേവിച്ച് ഒന്ന് ഫ്രൈ പാനിൽ ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും അതിൻ്റെ മുകളിൽ അങ്ങ് അവിടെ ഇവിടെയായിട്ടൊന്ന് തൂക്കി കൊടുക്കാം. ഇപ്പം നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇത് മാത്രം ചിക്കനൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ പനീർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 4 പീസ് പനീർ ഇതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ വെച്ച് കൊടുക്കുക, ഒന്നും കൂടിയും ടേസ്റ്റി ആക്കാൻ. പിന്നെ പനീർ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വെജീസ് മാത്രം വെച്ച് കൊടുത്ത് മൊസറല്ല ചീസും വെച്ച് കൊടുത്ത് വേവിച്ചെടുത്താലും മതി. പിന്നെ കുറച്ച് ഒറിഗാനോ ഉണ്ട്, അതും ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പാസ്ലി ലീഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞെടുത്താലും മതി. അങ്ങനെ ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ പാന് ഇതൊന്ന് ഗ്യാസ് സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിൽ വേണ്ട, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്
ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അത് എല്ലാ ചീസും പനീറും എല്ലാം മെൽട്ടായി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് വീട്ടിൽ ഹോം മെയ്ഡായിട്ട് മക്കൾക്ക് പിസ്സ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈസി അല്ലേ? അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക, മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടും. നന്നായിട്ട് ചീസൊക്കെ മെൽറ്റായി വന്നിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈവനിങ് സ്നാക്കായിട്ടോ ലഞ്ച് ബോക്സിലോ ഒക്കെ കൊടുത്തു വിടാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.